ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നീലക്കുറിഞ്ഞി പൂവിടുന്ന മാസം ഏത്? ഓപ്ഷൻ എ ജനുവരി മുതൽ മാർച്ച് വരെ, ഓപ്ഷൻ ബി ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ, ഓപ്ഷൻ സി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ സി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പൂവിന്റെ പ്രധാന ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൽ തെറ്റായ ജോഡി ഏത്? എ പൂനെട്ട് പൂവിനെ തണ്ടുമായി ബന്ധിപ്പിക്കുന്നു, ബി ദളപുടം പൂമൊട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു, സി പുഷ്പാസനം പൂവിന്റെ മറ്റു ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു, ഓപ്ഷൻ ഡി കേസരപുടം കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത്. ആൻസർ ഓപ്ഷൻ ബി ദളപുടം പൂമൊട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, ഇവയെല്ലാമുള്ള പുഷ്പത്തെ പൂർണ്ണ പുഷ്പം എന്ന് പറയുന്നു. ഓപ്ഷൻ എ പൂനെട്ട് വിതളപുടം ദളപുടം കേസരപുടം, ഓപ്ഷൻ ബി കേസരപുടം ജനിപുടം പുഷ്പാസനം പൂനെട്ട്, ഓപ്ഷൻ സി വിതളപുടം ദളപുടം കേസരപുടം ജനിപുടം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ സി വിതളപുടം ദളപുടം കേസരപുടം ജനിപുടം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇവയിൽ പൂക്കാത്ത സസ്യം ഏത്? ഓപ്ഷൻ എ പൈൻ, ഓപ്ഷൻ ബി സൈക്കസ്, ഓപ്ഷൻ സി പന്നൽ, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഫിഫ്ത് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ കേസരങ്ങൾ ചേർന്നതാണ് കേസരപുടം, ഓപ്ഷൻ ബി കേസരത്തിന് തന്തുകം പരാഗി എന്നീ ഭാഗങ്ങളുണ്ട്, ഓപ്ഷൻ സി പരാഗിയിലെ അറകളിലാണ് പരാഗരേണുക്കൾ ഉള്ളത്, ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ്വിലിംഗ സസ്യത്തിൽ പെടാത്തതേത്? ഓപ്ഷൻ എ വെള്ളരി, ഓപ്ഷൻ ബി മത്തൻ, ഓപ്ഷൻ സി പപ്പായ, ഓപ്ഷൻ ഡി തെങ്ങ്. ആൻസർ ഓപ്ഷൻ സി പപ്പായ. സെവൻത് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണുന്നതെങ്കിൽ അത്തരം സസ്യങ്ങളെ ഏകലിംഗ പുഷ്പങ്ങൾ എന്ന് പറയുന്നു. ബി ഒരു പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണപ്പെടുന്നതാണ് ദ്വിലിംഗ പുഷ്പങ്ങൾ. ഓപ്ഷൻ സി ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണുന്നതെങ്കിൽ അത്തരം സസ്യങ്ങളാണ് ദ്വിലിംഗ സസ്യങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി ഒരു പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണപ്പെടുന്നതാണ് ദ്വിലിംഗ പുഷ്പങ്ങൾ. എയ്ത്ത് ക്വസ്റ്റ്യൻ, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. എ പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം, ഓപ്ഷൻ ബി ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിന്റെ പരാഗണ സ്ഥലത്തോ അതേ ചെടിയിലെ മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്തോ പതിക്കുന്നതാണ് സ്വപരാഗണം, ഓപ്ഷൻ സി ഒരു പൂവിൽ നിന്ന് പരാഗരേണുക്കൾ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരപരാഗണം, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. നയൻത് ക്വസ്റ്റ്യൻ, സസ്യങ്ങളും പരാഗകാരികളും കൊടുത്തിട്ടുണ്ട്. തെറ്റായ ജോഡി ഏത്? എ കുരുമുളക് തേനീച്ചകൾ, ബി നെല്ല് കാറ്റ്, സി വാഴ പക്ഷികൾ, ഡി മുല്ല ശലഭങ്ങൾ. ആൻസർ ഓപ്ഷൻ എ കുരുമുളക് തേനീച്ചകൾ. 10th ക്വസ്റ്റ്യൻ, പുഞ്ചഫലത്തിന് ഉദാഹരണം ഏത്? എ തണ്ണിമത്തൻ, ബി കൈതച്ചക്ക, സി വാഴപ്പഴം, ഡി സീതപ്പഴം. ആൻസർ ഓപ്ഷൻ ഡി സീതപ്പഴം. 11th ക്വസ്റ്റ്യൻ, ഒരു പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഒന്നിലധികം ഫലങ്ങൾ കൂടി ചേർന്ന് ഒറ്റ ഫലമാകുന്നതാണ് ഡാഷ്. കൈതച്ചക്ക, ആഞ്ഞിലിച്ചക്ക, ശീമച്ചക്ക എന്നിവ ഡാഷ് ആണ്. എ പുഞ്ചഫലം, ബി സംയുക്ത ഫലം, സി കപടഫലം, ഡി ഇവയൊന്നുമല്ല.
ആൻസർ ഓപ്ഷൻ ബി സംയുക്ത ഫലം. 12th ക്വസ്റ്റ്യൻ. ചില സസ്യങ്ങളിൽ അണ്ടാശയമല്ലാതെ പൂവിലെ മറ്റു ഭാഗങ്ങളും ഫലമായി മാറുന്നു. ഇവയാണ് ഡാഷ്. കശുമാങ്ങയിൽ പൂനെട്ട് വളർന്നാണ് ഫലമാകുന്നത്. ആപ്പിളും സബർജല്ലിയും ഡാഷ് ആണ്. ഇവയുടെ പുഷ്പാസനം വളർന്ന് ഫലമായി മാറുന്നു. എ സംയുക്ത ഫലം, ബി പുഞ്ചഫലം, സി കപടഫലം, ഡി ലഘുഫലം. ആൻസർ ഓപ്ഷൻ സി കപടഫലം. 13th ക്വസ്റ്റ്യൻ. പ്രസ്താവനകൾ വിലയിരുത്തുക. 1. പൂച്ചെടികൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വളർത്തി പരിപാലിക്കുന്നതാണ് പുഷ്പകൃഷി അഥവാ ഫ്ലോറികൾച്ചർ. 2. ബീജസങ്കലനം നടക്കാതെ ചില സന്ദർഭങ്ങളിൽ അണ്ടാശയം ഫലമായി മാറാറുണ്ട്. ഇത്തരം ഫലങ്ങളിൽ വിത്തുണ്ടാവുകയില്ല. പാർത്തനോകാർപ്പി എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. എ 1, 2 ശരിയാണ്, ബി 1 ശരി 2 തെറ്റ്, സി 1 തെറ്റ് 2 ശരി, ഡി 1ഉം 2ഉം തെറ്റാണ്. ആൻസർ ഓപ്ഷൻ എ 1, 2 ശരിയാണ്. 14th ക്വസ്റ്റ്യൻ. ലഘുഫലം ഏതാണ്? എ ആപ്പിൾ, ബി സബർജലി, സി മാങ്ങ, ഡി ആഞ്ഞിലിച്ചക്ക. ആൻസർ ഓപ്ഷൻ സി മാങ്ങ. 15th ക്വസ്റ്റ്യൻ. സഹപത്രം കാണാൻ കഴിയുന്ന ചെടി ഏത്? എ ആന്തൂറിയം, ബി ബോഗൻവില്ല, സി വാഴ, ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം.